ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയ ഗെയിമിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മെറ്റലിൻ്റെ ഫസ്റ്റ് അലാൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ എമിലി എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. നമുക്ക് ഇനി 2 എണ്ണം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ എമിലി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഗൈസ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. ഞാൻ കുറേ പ്രാവശ്യം കളിച്ച് എസ്കേപ്പ് ചെയ്ത് നോക്കി. അങ്ങനെയാണ് ഞാൻ വന്നത്. കുറച്ച് പാടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത്തവണ നമുക്ക് ഭയങ്കര പെട്ടെന്ന് വേണം ചെയ്യാം. ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഇത്തവണ നമ്മൾ എല്ലാം ഭയങ്കര പെട്ടെന്ന് ചെയ്യണം. നമുക്ക് ചെന്ന് ലോക്ക് പിക്ക് എടുക്കാം. ലോക്ക് പിക്ക് എന്നിട്ട് ഇവിടെ ക്രോബാർ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ക്രോബാർ കാണാനില്ല. എല്ലാം വേറെ മാറിയാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ ലോക്ക് പിക്ക് വെച്ച് ബോക്സ് തുറക്കാം. ഫ്രഞ്ച് കിട്ടി. തുറക്കാം. നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് ഇവിടെ ഫുള്ള് സെർച്ച് ചെയ്യണം. നമ്മൾ ഇത്തവണ എന്തായാലും നമുക്ക് എസ്കേപ്പ് ചെയ്തിരിക്കണം. അങ്ങനത്തെ ഒരു മൈൻഡിലൂടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗൈസ് അപ്പം ഇവിടെയൊന്നും ഒന്നുമില്ല. ഇനി നമുക്ക് ഇവിടോട്ട് കയറി നോക്കണം. നമുക്ക് എന്തായാലും ഹാൻഡിൽ കിട്ടണം. ഹാൻഡിൽ കിട്ടിയാലേ നമുക്ക് അപ്പുറത്തോട്ട് പിന്നെ പോകാൻ പറ്റത്തുള്ളൂ. ഇതിന് കോഡ് വേണം. നമുക്ക് ഹാൻഡിൽ കിട്ടാൻ വേണ്ടി കോഡ് വേണം. അപ്പോൾ ആ കോഡ് എടുക്കണമെങ്കിൽ നമ്മൾ ആ കംപ്രസറിൽ തൊടുമ്പോഴത്തേക്കും അയാൾ വരും. ഫസ്റ്റ് നമുക്ക് അതിന് മുമ്പ് വേറെ എന്തെങ്കിലും ഇവിടെ ഉണ്ടാകുന്ന നോക്കാം. ഇവിടെ കുറച്ച് ബോക്സ് ഉണ്ട്. ഇവിടെ ഒന്നുമില്ല. അപ്പം നമുക്ക് എന്തായാലും അത് തന്നെ ചെയ്തു നോക്കാം. ഇതെൻ്റെ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. അപ്പം കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങളത് സഹായിക്കണം. നമ്മളങ്ങനെ അടച്ചിട്ടുണ്ട്. കയറി നമ്മളങ്ങനെ ഫസ്റ്റ് ഇതാണ്. നമ്മളൊന്നും തെറ്റിച്ചില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഗൈസ് തെറ്റിച്ചാൽ തേഞ്ഞി. അയാളിപ്പോൾ വരും ഗൈസ്. നമുക്ക് ആ കോഡ് നോക്കിയിരിക്കും. 907 ആണ് ഗൈസ് കോഡ്. എനിക്കൊന്നും വേണ്ട. ഇപ്പം പെട്ടിയെടുത്ത് അപ്പുറത്തോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കയറും ഗൈസ്. അതാണ് നമ്മുടെ ബിഗ് ബ്രെയിൻ പറയുന്നത് ഗൈസ്. ഗൈസ് പിന്നെ ഞാൻ കുറേ പ്രാവശ്യം കളിച്ചപ്പോൾ ഞാൻ ഇതിനൊരു സീക്രട്ട് എൻഡിങ് ഉണ്ടെന്ന് കേട്ടു. എമിലി എന്ന് പറഞ്ഞ ചാപ്റ്ററിന്. അത് എന്തായാലും ഇതിൽ ഇരിക്കുമ്പോൾ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നുമില്ല. നോ വൺ വാസ് ഹിയർ. അതാ ട്രിക്കാണ് നിന്റെ പ്രശ്നം. ട്രിക്കാണ് നിന്റെ മൈൻഡിനെ ഡോക്ടറിനെ കൊണ്ട് കാണിക്കും. ആ സമയത്ത് എസ്കേപ്പ് ചെയ്യട്ടെ. അപ്പം നമുക്ക് 907 ആണ് ഗൈസ് കോഡ്. അപ്പം നമുക്ക് അത് എന്തായാലും അടിക്കണം. 907 അത്തരി പോയി. 0 അടിക്കാൻ മറന്നുപോയി. 907 ഗൈസ് നമ്മളങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഹാൻഡിൽ കിട്ടി ഗൈസ്. എനിക്ക് ഉറപ്പാണ് ഇവിടെ നിന്ന് ഹാൻഡിലേ കിട്ടത്തുള്ളൂ. എന്നാലേ നമുക്ക് ബാക്കി കളി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ലൈറ്റ് ഓഫ് ചെയ്തു. കുറ്റി ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഹാൻഡിൽ വയ്ക്കാം. ഹാൻഡിൽ വെച്ച് തുറന്നു ഗൈസ്. ഇനി ഇവിടെ എന്തൊക്കെയുണ്ടോ ഉണ്ടെന്ന് നമുക്ക് നോക്കണം. നമുക്കിനി ക്രോബാർ ആണ് ഗൈസ് ആവശ്യം. ക്രോബാറാണ് നമുക്കിനി ആവശ്യം. യെസ് ഗൈസ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ക്രോബാർ കിട്ടി. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുത്ത് ഓവനിൽ വെക്കണം. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും. നമുക്ക് അതെടുത്തു. ഇവിടെ നമുക്ക് കീ വേണം. നമ്മൾ ഈ ഐസ് എടുത്ത് ഓവനിൽ വെക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അകത്തുനിന്നാണ് മെയിനായിട്ട് ഈ കീ കിട്ടാറുള്ളത്. അങ്ങനെ കിട്ടുമായിരിക്കും. പക്ഷേ ഇവിടെ ഒരു കമ്പ്യൂട്ടറുണ്ട്. ഇതിൻ്റെ അകത്ത് വെച്ചു. ഓണാക്കി ഗൈസ്. ഇതാ ഇവിടെയൊക്കെ നമുക്ക് നോക്കാം. ഇത് അടിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കേജിൽ ചെല്ലണം. കീ എടുത്തിട്ട് ഞാൻ കുറേ കളിച്ചു. എന്നിട്ടാണ് എനിക്കൊരു സംഭവം മനസ്സിലായത് ഗൈസ്. ആ സംഭവം നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഈ ഡോർ അടച്ചിടാം. നമ്മുടെ ഈ കത്രികയില്ലേ, കത്രിക നമുക്ക് കിട്ടി. അത് യൂസ് ചെയ്യേണ്ട എവിടെയാണെന്ന് എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒട്ടും അറിയത്തില്ലായിരുന്നു. എനിക്കിപ്പോൾ അറിയാം. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ഡോറ് തുറന്ന് അപ്പുറത്തെ ഡോറിലോട്ട് പോകാൻ വേണ്ടി ഒരു സ്ഥലം ഈ കീ നമ്മൾ യൂസ് ചെയ്യും. ഒരു എലവേറ്ററൊക്കെ ഉള്ളൊരു ഡോറിൻ്റെ ഒരു സ്ഥലമുണ്ട് ഗൈസ്. അവിടെ നമുക്ക് ഈ റോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ കത്രിക ഉള്ളത് ഗൈസ്. അയാളിപ്പോൾ വരും. അതിൻ്റെ അകത്ത് കയറി. ഇയാൾ സ്കൂളിൽ പോയപ്പോൾ ഈ വെയിറ്റ് സെക്കൻഡ് ഇതൊക്കെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പോൾ സമ്മൺ വാസ് ഹിയർ എന്ന് പറയും. കണ്ടോ ഗൈസ്, അത്രേ ഉള്ളൂ. എൻ്റെ മൈ മൈൻഡ് ഈസ് പ്ലേയിങ് ട്രിക്സ് ഓൺ മീ ആണ് ഗൈസ്. ഇതെല്ലാം ട്രിക്കാണ്. അയാളുടെ മോന്തയ്ക്ക് തോന്നുന്ന ട്രിക്കാണ് ഗൈസ്. ഇപ്പോൾ അയാൾ പെട്ടി എടുത്തുകൊണ്ട് അപ്പുറത്ത് പോകും. അയാൾ തിരിച്ചു വരുന്ന മുമ്പേ നമുക്ക് ഓയിൽ ബാരലിൽ നിന്ന് ഓയിൽ എടുക്കണം. അതിന് കുറച്ച് ട്രൈ ചെയ്യുള്ളൂ ഗൈസ്. അയാളങ്ങനെ പോയിട്ടുണ്ട്.
അയാൾ കയറി. നമുക്ക് പെട്ടെന്ന് ചെല്ലണം. കീ വെച്ചു. ഇവിടെ ട്രാപ്പ് ഒന്നുമില്ല. നമുക്കിത് മാറ്റണം. ഇത്തവണ ഇവിടെ നിന്ന് കത്രിക അല്ലേ, ഇവിടെ നിന്ന് നമുക്ക് പ്ലെയേഴ്സാണ് കിട്ടിയത്. പ്ലെയേഴ്സ് എവിടെ യൂസ് ചെയ്യണമെന്ന് എനിക്കറിയാം. പ്ലെയേഴ്സ് നമ്മൾ ഇവിടുത്തെ നെയിൽ ഓപ്പൺ ചെയ്യാൻ യൂസ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് നിന്ന് കത്രിക കിട്ടി. ഈ കത്രിക വെച്ച് ഞാൻ പറഞ്ഞ സ്ഥലത്ത് കട്ട് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഒന്ന് ലിവർ ആം കിട്ടി. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ബക്കറ്റ് ഇരിക്കേണ്ടതാണ്. ഇത്തവണ ഇവിടെ ബക്കറ്റ് ഇല്ല. നമുക്കിവിടെ കീ കാർഡ് വേണം. കീ കാർഡ് വെച്ചിട്ട് നമ്മൾ എസ്കേപ്പ് ചെയ്യേണ്ട കേസ്. കീ കാർഡ് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കേണ്ട ഒരു സംഭവമുണ്ട് കേസ്. ഈ റോപ്പാണ് കേസ് കട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത്. കട്ട് ചെയ്തു. നമ്മളിവിടെ കയറി. ഇനി ഇവിടെ വോൾട്ടിൻ്റെ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ഇപ്പോൾ പോകാൻ പറ്റില്ല കേസ്. ഇവിടെ നിന്ന് ബക്കറ്റ് കിട്ടി. നമുക്ക് ഇതിലാണെങ്കിൽ നമ്മൾ നോ പവർ ഇല്ല. നമുക്ക് ഇവിടത്തെ ഇത് ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല. അവിടെ ഒരു സംഭവം ഇരിപ്പുണ്ട്. ആ സംഭവമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇവിടെ ഒന്നുമില്ല. സ്മോളിലത്തെ ഈ സ്ഥലം പൊട്ടിച്ചിട്ട് ഇതിന് സംഭവങ്ങൾ വീഴും. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ആ ഓയിലിൻ്റെ സംഭവം കഴിഞ്ഞാൽ ഇത് ചെയ്യാവൂ. ഓക്കെ ഗൈസ്, നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് വെള്ളം എടുക്കാം. ടൂ ഡാർക്കാ, കണ്ണ് കാണത്തില്ല. ഞാനൊക്കെ ആണെങ്കിൽ ഇരുട്ടത്ത് കയറിപ്പോവും. അതാണ് കേസ്, നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഇറങ്ങാം. ലൈറ്റ് ഓഫ് ചെയ്തു, കുറ്റിയിടാം. സോ ഇനി വെള്ളം കൊണ്ട് അവിടെ ഒഴിച്ച് നമുക്ക് ഓയിൽ ക്യാൻ അങ്ങ് എടുക്കണം. ഓയിൽ ക്യാൻ എടുത്തിട്ടാണ് ഇനി അടുത്ത പരിപാടികൾ ഉള്ളത്. അങ്ങനെ ഓയിൽ ക്യാൻ കിട്ടി. ഇനി ഇവിടെ ഉള്ള വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്കിത് ഇവിടെ ഈ സാധനം തിരിക്കാൻ പറ്റും. പക്ഷേ ഇത് റസ്റ്റിയാണ്. അപ്പം നമുക്ക് ഇതിലെ ഓയിലെടുത്ത് അവിടെ ഒഴിക്കണം. എന്നിട്ട് ഇത് തിരിക്കുമ്പോൾ അവിടുത്തെ ആ പുക വരുന്നത് നിൽക്കും. എസ്കേപ്പുള്ള എല്ലാം ഇയാളോട് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഓയിൽ ക്യാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇവിടെ അയാൾ തീയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കഥ അടച്ചിട്ടില്ലായിരുന്നു. നമുക്ക് ഇത് ചെന്ന് ആ റസ്റ്റി വാൽവിനെ ഓപ്പൺ ചെയ്യാം. ഇവിടെയൊന്നും ഒന്നുമില്ല. നമ്മളത് യൂസ് ചെയ്തു. ഓക്കെ ഗൈസ്, നമ്മൾ തിരിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അവിടെ ചെന്ന് അത് മാറി അത് നോക്കാം. റിക്വസ്റ്റ് 24 വോൾട്ട് ടു ടേൺ. അതാണ് ഗൈസ്, ഇതിവിടെ 24 വോൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ എങ്ങനെയും കണ്ടുപിടിച്ചില്ലെങ്കിൽ കാര്യം കട്ടപ്പോകുകയാവും ഗൈസ്. 24 വോൾട്ട് നമ്മൾ എങ്ങനെയും കണ്ടുപിടിക്കണം. അതാണ് ഗൈസ് കുഴപ്പം. സോ അതിന് നമ്മളിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം. നോ പവർ. പക്ഷേ പവർ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലെ വയർ ഇവിടെ എവിടോട്ട് പോയിട്ടുണ്ട്. ഇതിൽ പവർ വരുത്താൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിൽ നമ്മൾ പവർ വരുത്തണമെന്നാണ് പറയുന്നത്. ഇവിടെയൊന്നും ഒന്നുമില്ല ഗൈസ്. ഇത് തിരിക്കുമ്പോഴാണ് ഗൈസ് അതിൻ്റെ അകത്ത് ആ പുക വന്ന് നമ്മളയാൾ സീനാക്കണം ഗൈസ്. ഇത് അടച്ചിട്ടേക്കാം. പവർ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് പവർ വരുത്താൻ എന്ത് ചെയ്യണമെന്ന് മറന്നുപോയി ഗൈസ്. പവർ വരുത്താൻ നമ്മൾ ഇവിടെ കീ ഉണ്ട്. ഇവിടെ ഒരു കീ അവിടെ ഉണ്ട്. ഈ പവർ ഇല്ല. ഇവിടെ ഒരു കീ ഒക്കെ ഉണ്ടോ ഗൈസ്? ഇത് നമുക്ക് മാറ്റണം ഗൈസ്. ഓ ഡാമ, നമുക്ക് ഫ്യൂസ് കിട്ടി ഗൈസ്. ഫ്യൂസ് കിട്ടി. ഈ ഫ്യൂസ് വെച്ചാലേ നമുക്ക് ഇതിൻ്റെ പവർ വരത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ. ഈ ഫ്യൂസ് വെച്ചാലേ എനിക്ക് പവർ വരത്തുള്ളൂ. അതിന് നമുക്ക് മറ്റേ കീ എടുക്കണം ഗൈസ്. നമുക്ക് എന്തായാലും ഇതെല്ലാം അടച്ചിട്ടേക്കാം. ഇതെല്ലാം അടഞ്ഞാണ് കിടന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഗൈസ്. ഇത് രണ്ടും തുറന്നാണ് കിടന്നത്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തവണ ഇതെന്തായാലും എസ്കേപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ വീഡിയോയിലേക്ക് പോകണം ഗൈസ്. ഇത്തവണ നമ്മൾ എന്തായാലും ഇത് എസ്കേപ്പ് ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം.
അയാൾ വന്നു. എടാ ഒന്നുമില്ലടാ, ട്രിക്കാണ്, മൊത്തം ട്രിക്കാണ് ഗൈസ്. പറഞ്ഞില്ലേ, ഇയാളുടെ മൈൻഡ് ഫുള്ള് ട്രിക്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പറയും ഗൈസ്, അതാണ് ഗൈസ്, വല്ല ആശുപത്രിയും കൊണ്ട് കാണിക്കാൻ പറയണം ഗൈസ്. ഇയാൾ ഫുള്ള് ട്രിക്കാണ് ഗൈസ്. പിന്നെ വീഡിയോ ആണ് ലൈക്കും സബൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ പുതിയ പുതിയ ഗെയിമിൻ്റെ വീഡിയോസൊക്കെ കമൻറ്റ് ചെയ്യുക, എന്നാലേ നമുക്കത് കളിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അന്നൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാൾ ഓഫ് ഡ്യൂട്ടി, ഫ്രീ ഫയർ, ബാറ്റിൽ ഗ്രൗണ്ട്സ്, അതിലാരും കമൻറ്റ് ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടുന്ന ഗെയിം ഞാൻ കളിക്കുന്നതായിരിക്കും. അടുത്ത ഈ ഫ്യൂസ് നമുക്ക് വെക്കേണ്ട സ്ഥലം എന്ന് വെച്ചാൽ ഇവിടെയാണ് ഗൈസ്. ഷീൽഡ് ക്ലോസ്ഡ്. ഇതിന് വേണ്ടി നമുക്ക് മറ്റേ കീ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വയറ് ഇതുവഴി പോയി. നമുക്ക് ഇവിടെ നിന്ന് കീ എടുക്കാം. നമുക്ക് കീ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വെച്ചാണ് നമുക്ക് ആ ഷീൽഡിൻ്റെ തുറക്കാൻ പറ്റുന്നത്. നമുക്കിത് വൃത്തിയാക്കാനൊന്നും പറ്റത്തില്ല. ഓ കൃഷ്ണ, ഇപ്പോൾ അതിൽ ചവിട്ടിയേനെ തേഞ്ഞ് ചവിട്ടിയാൽ തീർന്നു കൈസ്. ഈ ട്രാപ്പ് ഇയാൾ വെച്ചേക്കുന്നതാണ് ഗൈസ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് എന്തായാലും ഈ കീ വെച്ച് ഷീൽഡ് തുറക്കാം. എന്നിട്ട് ഇതിൻ്റെ നമുക്ക് ഫ്യൂസ് വെക്കുമ്പോൾ അതിൽ പവർ വരും ഗൈസ്. ഫ്യൂസ് വെച്ചു, അതിൽ പവർ വന്നു. നമുക്കിനി 24 വോൾട്ട് ഇത് ചെയ്യണം. സോ അതിന് നമുക്ക് കുറച്ച് കണക്ക് കൂട്ടി നോക്കണം. 5.8 പ്ലസ് 4.3 എത്രയാണെന്ന് നോക്കണം. നമുക്കിനി ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ചെയ്യാം ഗൈസ്. 5.8 പ്ലസ് 4.3 എന്ന് എത്രയാണെന്ന് വെച്ചാൽ അത് 10.1 ആയിരിക്കും. 10.1 പ്ലസ് 3.2 എത്രയാണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ടഫാണ് ഗൈസ്. കുറച്ചല്ല ഗൈസ്, കുറേ ടഫാണിത്. നമുക്കിത് കണ്ടുപിടിക്കണം. എനിക്ക് തോന്നുന്നത് 2.5 പ്ലസ് 7.6 പ്ലസ് 4.3 പ്ലസ് 6.3 എന്നാണ്. അത് ഒന്ന് ചെയ്ത് നോക്കാം ഗൈസ്. എന്തായാലും എല്ലാം ചെയ്യണമല്ലോ. എനിക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണേ ഗൈസ്. ലൈവ് അല്ലല്ലോ ഗൈസ്, ഇതിന് കുറച്ചൊക്കെ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം അതേ പൊസിഷനിൽ വെച്ചില്ലെങ്കിൽ അങ്ങനെ നമ്മളെ കൊന്നുകളയും ഗൈസ്. അങ്ങനത്തെ ഒരു കുഴപ്പം അങ്ങേർക്കുണ്ട് ഗൈസ്. ലാഗ് അടിക്കുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ. ഞാൻ ലാഗ് കുറച്ച് വീഡിയോ ഇടാം. ഞാനിങ്ങനെ ചെറിയ വീഡിയോ ഇടുന്ന അത് വലിയ 1 മണിക്കൂറുള്ള അതൊന്നും ഇടാത്ത കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാനാണ്. അതിൽ ലാഗ് അടിക്കുകയെന്ന് വെച്ചാൽ അല്ലേ ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 5.8 പ്ലസ് 4.3 പ്ലസ് 7.6 പ്ലസ് 6.3 എന്നാണ്. നമുക്കത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അയാൾ വരുമോയെന്ന് എനിക്കറിയത്തില്ല. അതൊന്ന് കൂട്ടി നോക്കട്ടെ ഗൈസ്. ഓ ഗൈസ്, ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. അതായിരുന്നു കറക്റ്റ് ആൻസർ. ഞാൻ കാണിച്ചു തരാം. നമുക്ക് എന്തായാലും തുറന്ന് ഇവിടോട്ട് ഇറങ്ങാം. അപ്പോൾ അയാൾ നമ്മളെ പിടിക്കാൻ വന്നു. അതാണ് ഞാൻ പെട്ടെന്ന് ഇവിടെ കട്ടിയത്. അത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് വന്നപ്പോൾ കാണിക്കാൻ പറ്റിയില്ല. നമ്മളുടെ എലവേറ്റർ പൊങ്ങി ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ 5.8 പ്ലസ് 4.3യും 7.6ഉം 6.3യും ആയിരുന്നു ഗൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ എലവേറ്റർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സംഭവം വെച്ച് ഇതങ്ങ് തിരിച്ച് താഴ്ത്തി വെക്കണം. അതിനാണ് ലിവറാം. ഗൈസ് നമ്മളും കൂടെ പോകണം. ഇതെന്തോ ആസിഡ് വെള്ളമാണ് ഗൈസ്. നമ്മളും കൂടെ ചത്തു പോകും ഗൈസ്. അതാണ് ഇതിലെ കുഴപ്പം. നമുക്ക് ഏതോ ഒരു ടൈപ്പ് ലിക്വിഡ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതെന്തിനാണ് ഈ ലിക്വിഡ് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമ്മളങ്ങനെ അത് എങ്ങനെയെങ്കിലുമൊക്കെ താഴ്ത്തി തിരിച്ചു വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ തിരിച്ചു വെച്ചു. അയ്യോ തിരിച്ചു വെച്ചു. നമുക്ക് ഈ സൊല്യൂഷൻ എനിക്ക് എവിടെയാണ് യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് ഞാൻ മറന്നുപോയി ഗൈസ്. ഈ സൊല്യൂഷൻ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തുള്ള ഈ ക്രാപ്പ് ഈ സംഭവത്തിലാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓ ഗൈസ് ഇവിടെ അല്ല. അയാൾ ശബ്ദം കേട്ടു, ഇപ്പോൾ വരും. ഓ ഗൈസ്
നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം അടയ്ക്കാം. എല്ലാം അടഞ്ഞാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് 27 സെക്കൻഡൊക്കെ മതി ഗൈസ്. ഇപ്പം അയാൾ വന്നിട്ട് ട്രിക്കാണെന്ന് പറഞ്ഞിട്ട് പോകും. എല്ലാ പ്രാവശ്യം അയാൾ അങ്ങനെയല്ലേ പറയുന്നത്. ഇപ്രാവശ്യം അങ്ങനെ ആവണം ഗൈസ്. നമുക്ക് ഇതൊക്കെ അടച്ചിടാം. ഗോൾഡൻ കംപ്രസർ. അയാൾ അവിടെ കംപ്രസറിൻ്റെ അവിടോട്ട് പോയിട്ടുണ്ട്. ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇനി ഇവിടെ എന്തെങ്കിലും ആണോ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമുക്കിത് നോക്കാം, ഇത് ഏതിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അയാൾ വന്നു. അയാൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശബ്ദം കേട്ട് ഇവിടെ വന്നിട്ട് അയാൾ അങ്ങോട്ട് പോയിട്ടാണ് ഇത് പറയുന്നത്. ഒരു കുഴപ്പമില്ല, നീ എന്തിനാ ഇങ്ങനെ വേവലാതിപ്പെടുന്നേ? മൈൻഡ് പ്ലേയിങ് ട്രിക്സ് ഓൺ മീ. അതാണ് ട്രിക്കാണ് ഇവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഗൈസ്. നമ്മൾ ഇതുവരെ ഒരു തവണ പോലും ചത്തിട്ടില്ല ഗൈസ്. അതാണ് നമ്മുടെ മൈൻഡ് പറയുന്നത്. ഒരു തവണ പോലും ചത്തിട്ടില്ല. നമുക്ക് ഒരു തവണ പോലും ചാവാതെ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനി എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കണം. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെയല്ല. മുകളിലത്തെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇവിടെയൊന്നും അല്ലെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇവിടെ മറ്റേ ഗാന്ധിജി എന്ന ചർക്കയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെയൊന്നും ഒന്നുമില്ല. എനിക്ക് ഒരു ഐഡിയ. ഇവിടെ ഒരു ബ്ലാങ്ക് പേപ്പർ ഉണ്ടായിരുന്നു. ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇതിൽ യൂസ് ചെയ്തു. 0918. അതെന്തോ ഒരു കോഡാണ് ഗൈസ്. 0918 അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഇത് ചെന്ന് അടയ്ക്കാം. 0918 എനിക്ക് തോന്നുന്നു ഗൈസ്. ഈ 0918 ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഗൈസ്. പക്ഷെ ഇതിന് കീ കാർഡാണ് ഗൈസ് വേണ്ടത്. കീ കാർഡാണ് വേണ്ടത്. അപ്പോൾ കോഡ് ഇവിടെ അല്ലേ ഗൈസ് യൂസ് ചെയ്യുന്നത്. കോഡ് വേറെ എവിടെയോ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കോഡിന് തപ്പാൻ വേണ്ടി നമുക്ക് ഇനി പോകണം. കോഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? 0918 ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം. നമ്മളിങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഇവിടെ ചെന്ന് തട്ടേണ്ട ഇയാളിൻ്റെ അകത്താണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളെ കാല് അത് കൊണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ എല്ലാ കഥ അടച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ അകത്ത് കയറണം. അയാളിപ്പോൾ വരും ഗൈസ്. എൻ്റെ മോനെ കഴിഞ്ഞ ഗെയിമിൽ ഇവിടെ ലെഫ്റ്റ് ടോപ്പിലായിട്ട് ആ സംഭവം എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ ഓരോ ഡയറക്ഷൻസിൽ പോകണം. അതാണ് ഗൈസ് അതിൽ എഴുതി കാണിക്കുന്നത്. സോ അയാളിപ്പോൾ വന്നു കാണും ഗൈസ്. പേടിയാണ് ഗൈസ്. അയാൾ എന്തിനാണ് അവിടെ നോക്കുന്നത് മനസ്സിലാവുന്നില്ല ഗൈസ്. ആരുമില്ല ഗൈസ്. പിന്നെ ആരെവിടെ ഉള്ള ട്രിക്കാണ് ഗൈസ്. അതാണ് ട്രിക്കാണ് ഇയാളെ ഏറ്റവും വലിയ പ്രശ്നം. പോട്ടെ ആ വഴി അങ്ങ് വിട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തമില്ല ഗൈസ്. ഒരു പിടുത്തമില്ല എനിക്ക്. ഇവള് വല്ലതും പറഞ്ഞു കൊള്ളായിരുന്നു ഗൈസ്. ഇനി എന്താണ് ഈ കോഡ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഇവിടെ ഇനി നോക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. കോഡ് യൂസ് ചെയ്യേണ്ട വേറെ സ്ഥലങ്ങളൊന്നും കാണാനില്ല. വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഇവിടെയൊന്നും അല്ല ഗൈസ് ഈ കോഡ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ കീ കാർഡാണ് ആവശ്യം. ഞാൻ പിന്നെ എന്തിനാണ് നോക്കുന്നതെന്ന് എനിക്കൊരു ടെൻഷൻ ഗൈസ്. ഇയാൾ വന്ന് പിടിച്ച് ചത്താൽ നമ്മൾ മൊത്തത്തിൽ ചാവും. പുക വെച്ചാൽ നമുക്ക് 3 ലൈഫ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല ഗൈസ് ഞാൻ. പക്ഷെ ഇവിടെയൊന്നുമില്ല. ഇവിടെ ഒരു കുഴലുണ്ട്. ഇവിടെ ഡോറുണ്ട്. ഇതിൻ്റെ അകത്ത് കോഡൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെയൊന്നും കോഡ് യൂസ് ചെയ്യാനൊന്നുമില്ലല്ലോ. നമ്മൾ ഫുള്ള് നോക്കാം ഗൈസ്. ഇവിടെയൊന്നുമില്ല. ഇതങ്ങ് അടച്ചിട്ടുണ്ട് ഗൈസ് നമ്മൾ. ഇവിടെയൊന്നുമില്ല ഗൈസ്. ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോയെന്ന് എനിക്കറിയണം.
ഇവിടെ ഒന്നുമില്ല ഗൈസ്. നോക്കി കംപ്രസറിൽ ഒന്നുകൂടെ ഞെക്കിയപ്പോൾ അയാൾ വന്നപ്പോൾ അവിടെ എന്തെങ്കിലും ആണെന്നോ. നമ്മൾ എന്തായാലും കംപ്രസറിൽ ഒന്നുകൂടെ ഞെക്കിയിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്തു. അടച്ചിരിക്കുന്നു. ലാസ്റ്റ് മൂമെന്റ് ആണ് ഗൈസ്. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അതിനൊരു ലോക്ക് ചെയ്യാൻ വെൻസ് ഈസ് ഇൻസൈഡ് റൂം. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. അതിൻ്റെ അകത്ത് ഇയാളെ ലോക്ക് ചെയ്യണമെന്നാണ് ഈ ഇയാൾ ഈ പെണ്ണ് പറയണേ. അതെന്തായാലും എന്താണെന്ന് നമുക്ക് നോക്കാം. അയാളിപ്പോൾ വരും. സൈഡ് വന്നു. അതാണ് ഗൈസ് കംപ്രസറിൻ്റെ കുഴപ്പമാണ്, നമ്മൾ കുഴപ്പമില്ല. കമോണാ നമുക്ക് അയാളെ പെട്ടെന്ന് ലോക്ക് ചെയ്യാം ഗൈസ്. അയാളെ ലോക്ക് ചെയ്തു. ഇനി എന്തോ ചെയ്യണം ഒന്ന് പറ. ഇതിൻ്റെ അകത്ത് ഇവിടെയാണ് കോഡ് അടിക്കേണ്ടത് ഗൈസ്. ഇവിടെയാണ് കോഡ് അടിക്കേണ്ടത്. കോഡ് എന്തായിരുന്നു? 0914. ഇതല്ലേ ഗൈസ് കോഡ്? അയ്യോ അയാളിപ്പോൾ പുറത്ത് വരും ഗൈസ്. കോഡ് എന്തായിരുന്നു? നോക്കിയിട്ട് നോക്കാൻ ഒരു സമയമില്ല ഗൈസ്. നമ്മൾ തേഞ്ഞ് ഗൈസ്. നമ്മൾ കഴിഞ്ഞ് ഗൈസ്. നമ്മളെ കഥ കഴിഞ്ഞ് ഗൈസ്. അയാളിപ്പോൾ പൊളിച്ച് വരും ഗൈസ്. അപ്പോൾ അയാൾ പൊളിച്ച് വന്ന് നമ്മളെ കൊന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ അതിൻ്റെ എൻഡിങ് നമ്മൾ എന്തായാലും കളിച്ച് തീർത്തു. അതിൻ്റെ എൻഡിങ് എന്ന് വെച്ചാൽ വേറൊരാളെ അയാൾ അവിടോട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാട്ടുമായിട്ട് വരാം. അപ്പോൾ ഇവിടെ ബൈ.